കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് സംഗതി എന്ന്. അരി എന്തേന്ന് പിടികിട്ടിയല്ലോ. നമ്മളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മുന്തിരി മസാല നമുക്കൂടെ ഉണ്ടാക്കിയാലോ. കൊച്ചാളെ വിട്ടിട്ട് വന്ന വഴിക്ക് വാങ്ങോട്ട് വന്നാണേ. അപ്പൊ ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് കഴുകാനിടാം. ഞാൻ വെറൈറ്റിക്ക് 2 രീതിയിലുള്ള മുന്തിരിയും വാങ്ങിയിട്ടുണ്ട്. ഗ്രീനും വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഈ ബ്ലാക്ക് കളറിലേത് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്കിതൊന്ന് കഴുകാമേ. മുന്തിരിയാണ് സാധനം, അതുകൊണ്ട് നന്നായി കഴുകിയെടുക്കണം. ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് കിട്ടുന്ന സാധനം ഇതാണെന്നാണ് പൊതുവേ പറയുന്നത്. എന്തായാലും ട്രെൻഡ് പിടിക്കണമല്ലോ നമുക്കൂടെ, അപ്പൊ അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നന്നായി ഉപ്പൊക്കെ ഇട്ട് നല്ല കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടൊന്ന് കുറേ നേരം വെള്ളത്തിൽ വെക്കാമേ. കാരണം ട്രെൻഡ് പിടിക്കാൻ പോയി തട്ടിപ്പോയി എന്നൊന്നും ആരെയും പറയാൻ പാടില്ലല്ലോ. അപ്പൊ അത്യാവശ്യം കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ഇതിവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നമ്മുടെ മുന്തിരി തീ നന്നായി കഴുകിയെടുത്തു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മുന്തിരി റെഡിയായി. അതിലേക്ക് ഇതേ നമ്മൾ ഉപ്പിടുന്നു. മെയിൻ സാധനമായ നമ്മുടെ മുളക് പൊടി ഇടുന്നു. ഇനി ഇതേ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാരും സൂപ്പർ ടേസ്റ്റാന്ന് പറയുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ സാധനം, സൂപ്പർ സാധനം. ചുമ്മാ അല്ല, ഇത് ഇത്ര ട്രെൻഡാണ് കേട്ടോ. ആ ഒരു മുന്തിരിയുടെ ആ ഒരു മധുരവും പുളിയുടെയും കൂടെ ആ ഉപ്പും എരിയും, ആ വെളിച്ചെണ്ണയുടെ അതുകൂടെ വന്നപ്പോഴത്തേക്ക് സൂപ്പർ സാധനം കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. കുഞ്ഞുമണീസ് വന്നിട്ട് അവർക്ക് കൂടെ കൊടുക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ. മസാല മുന്തിരി സൂപ്പർ.